കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം $7 ട്രില്യൺ ആണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ വെൽത്തിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. സോ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എല്ലാ മേഖലകളിലും ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ IT കമ്പനീസിനകത്തും ഇന്ന് കറന്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ബിസിനസ് നടത്തുന്ന ആരാണെങ്കിലും സിമ്പിൾ അഡ്വർടൈസ്മെന്റ് പോലും ഇന്ന് അല്ലേ. നിങ്ങൾ നോക്കുക, ഇന്ന് പല അഡ്വർടൈസ്മെന്റ് കുറെ ആഡ്സ് ഇപ്പൊ വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 അഡ്വർടൈസ്മെന്റ് നിങ്ങളെ ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരും എന്നുള്ളത്. അതെ, അതിനേക്കാളും വളരെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം വന്നു. കഴിഞ്ഞ മാസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സാധനം വന്നിട്ടുണ്ട്. ഡെവിൻ എന്ന് പറഞ്ഞിട്ട് US ഒരു സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു ആണത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഒരു ചലഞ്ചിങ്, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്തിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് ചേഞ്ചിലേക്ക് വരുന്ന ഒരു സാധനമാണ്. ഈ ഡേവിഡ്.AI ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ വളരെ ബ്രില്യന്റ് ആണ് അദ്ദേഹം ഈ ടെക്നോളജി ഒളിമ്പിയാഡിൽ 3 പ്രാവശ്യം ഫസ്റ്റ് റാങ്കിൽ വന്ന വ്യക്തിയാണ്. അതായത് ഇപ്പൊ കമ്പ്യൂട്ടർ ഒരു ആൻസർ പറയുന്നതിന് മുന്നേ ആൻസർ പറയുന്ന ഒരു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള IQ ലെവലുള്ള മനുഷ്യനാണ്. അദ്ദേഹമാണ് ഈ സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടർ. അപ്പൊ ഈ ഡെവിൻ.AI എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്, ഡീബഗിങ്, ഡിസൈനിങ്, ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ് എല്ലാം തന്നെ ഒരു ഒറ്റ ചാനലിൽ തന്നെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ നോക്കിയോളൂ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഫീൽഡ് എൻറ്റയർലി മാറ്റി. ഇപ്പം ഏറ്റവും കൂടുതൽ ബൂം ആവുന്നതാണ് വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ്. കഴിഞ്ഞ 2-3 ഇയേഴ്സിൽ നിങ്ങൾ നോക്കുക, ഇന്ന് എല്ലാ ഇപ്പൊ വിക്സ് എന്ന് പറയുന്ന US ലിസ്റ്റ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ഡെവലപ്പർ എടുത്തു നോക്കുക. അവര് വിക്സ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് AI പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് നന്നായിട്ട് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർക്കും ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് പ്ലേസ് ചെയ്യാൻ അറിയാവുന്ന ആർക്കും വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ടെക്നോളജി ഇപ്പൊ കഴിഞ്ഞ 2 വർഷത്തിൽ നടന്ന 2 വർഷത്തില് ഈ ഒരു 2-3 വർഷത്തിന് മുന്നേ ChatGPT ഉണ്ടാവുന്നു, ഇത്ര അധികം ഇന്റലിജന്റ് ആയിട്ടുള്ള മിഷൻസ് വരുമെന്നും ഒന്നും നമ്മൾ കരുതിയിരുന്നില്ല. ഓക്കെ, മേ ബി ഒരു 10 വർഷം മുന്നേ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല, അത് വിചാരിച്ചിരുന്നില്ല. ഒരു 500 വർഷം അല്ലെങ്കിൽ ഒരു 200 വർഷമൊക്കെ കഴിയുമ്പോൾ മേ ബി അങ്ങനെ ആയേക്കാം. പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന മനുഷ്യൻ മൈഗ്രേറ്റ് ചെയ്യപ്പെടും, മറ്റുള്ള ഗ്രഹങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. അതാണ് ഇപ്പോഴത്തെ ഹ്യൂജ്. നോക്കുക, എലോൺ മസ്ക് ബാക്ക് ചെയ്യുന്ന സ്പേസ് എക്സ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കോടീശ്വരനായിട്ടുള്ള ജെഫ് ബെസോസ് ബാക്ക് ചെയ്യുന്ന മറ്റൊരു കമ്പനി ഉണ്ട്. അതാരും പലരും കേട്ടിട്ടില്ല, സ്പേസ് മിഷൻ ബ്ലൂ ഒറിജിൻ. അപ്പൊ ഇവരൊക്കെ എയറോസ്പേസിൽ കോമ്പീറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് മനുഷ്യൻ ഇവിടെ നിന്നും, കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പല റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ നമ്മുടെ സോഴ്സുകളൊക്കെ തന്നെ സേവ് ചെയ്യണം. ഇപ്പൊ ഒരു ഉൽക്ക വന്നു കഴിഞ്ഞാൽ പോലും എന്താ പറയുക, നമുക്ക് ഇഷ്യൂ ഉണ്ടാവും. അപ്പം നമുക്ക് സെക്കൻഡ് പ്ലേസ് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ മാർസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് മനുഷ്യൻ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്തെല്ലാം മുൻപന്തിയിൽ നിൽക്കാൻ പോകുന്നത് AI ആൻഡ് റോബോട്ടിക്സ് ആണ്.